ഇവിടെ ഓക്കെയാണ്, ക്രൗഡൊന്നുമില്ല. വന്നു. ഇന്നലെ ഇട്ട വീഡിയോക്ക് 1000 വ്യൂസ് അടിച്ച്, ഇനി ഇടുന്നത് 2000 വ്യൂസ് ആയിരിക്കണം. അടിച്ച് തൂക്കിയല്ലേ പയ്യൻ. 1000 വ്യൂസിന് നമ്മൾ ഇത്ര സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ 3000 ഒക്കെ ആകുമ്പോഴാ നമ്മളെ കൈ നിൽക്കത്തില്ല. നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്? 11 മണിക്ക് കുളത്തിന്റെ ഇവിടെ പോയിരിക്കണം, 12 മണിയാകുമ്പോൾ തിരിച്ചു വരണം, വീട്ടിൽ ചോറ് കഴിക്കണം, ചക്ക അടക്കാൻ പോണം, മല്ലിയും മുളകും എടുത്ത് അകത്ത് വെക്കണം. മീറ്റിംഗ്സ് ഒന്നുമില്ല? പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ആരുവേട്ടാ? വാപ്പായിട്ട്. എന്താ? മില്ല് പൊടിപ്പിക്കാൻ പോണം. ബിസി ഷെഡ്യൂൾ. വാട്ടേ പക്ഷെ അവരെ പിടിച്ച് തള്ളു മാറ്റാൻ ചെയ്താവും, അടിക്കുകയും ചെയ്തോളല്ലേ ഏട്ടാ. എത്ര ഏട്ടാ? എന്തൊക്കെയായിരുന്നു പോലെ? 3 സോഡ എന്നറിയാം. 75. എങ്ങനെ ഉണ്ടായിരുന്നു പോലെ? ചേട്ടാ പറയാൻ പറ്റില്ല. പ്രൊമോഷനാ. ആര് നിനക്കാ? ഞാനാണെന്ന് മനസ്സിലായോ? ഇല്ല ഇപ്പോഴോ? ഇല്ല. ചേട്ടാ ഇൻസ്റ്റയിൽ 1000 വ്യൂസുള്ള പയ്യനാണ് അവൻ. അവൻ ലൈവായിട്ട് ഞങ്ങളെ കട കൂട്ടിക്കളയും. എനിക്കത് പൂട്ട കാണുമല്ലോ. എനിക്കില്ലാത്ത കോണ്ടാക്ട് ഇല്ല. ഞാൻ വിളിച്ച ആരൊക്കെ വരും? എനിക്ക് വിളിയുടെ അവിടെ തന്നെ തരും. എന്റെ ആടെ അവിടെ തന്നെ അവിടെ തന്നെ തരും. ഓ ഹലോ തന്നെ, ഞാൻ ഇപ്പൊ റൈഡിംഗ് കേസായിട്ട് പുറപ്പെടാം. ഇന്നത്തെ മീറ്റിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാനും സജീറുണ്ട് റൈഡിംഗ് കേസുമായിട്ട് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളല്ലേ നാട്ടിൽ നടക്കുന്നത്. ശരി, വന്നിട്ട് കാണാം. അപ്പൊ ഇതെവിടെയാണ് റൈഡിംഗ് ഗിയറൊക്കെ ആയിട്ട് പുറപ്പെട്ടെന്ന് പറഞ്ഞിട്ട്? അതെന്തിനാണ്? സംശയം തരും, കട കൂട്ടിക്കാളെ എന്തായാലും. നീ ഒന്ന് വിളിച്ചാണ് അവനെ. അല്ല നീ എത്തിയാ? നീ പെട്ടെന്ന് റൈഡിംഗ് ഗിയറായിട്ട് ഇങ്ങോട്ട് വാ. എന്തിന്? നീലട പറഞ്ഞ റൈഡിംഗ് ഗിയറായിട്ട് പുറപ്പെട്ട് എന്താ ചെയ്യേണ്ടത്? വാടാ. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് തിന്നുന്നു. എടാ വാടാ, നീലട പറഞ്ഞ എന്തൊക്കെയാ ഉണ്ടാക്കുന്നു. വാടാ. ആര് പറഞ്ഞു? വെച്ചിട്ട് പോടാ. കട നാളെ വൈകിട്ട് പൂട്ടി. ഓ കട പൂട്ടിക്കുള്ള റൈഡിംഗ് ഗിയർ കംപ്ലൈന്റ് ആ ഇല്ലാണെങ്കിൽ ഉണ്ടല്ലേ എടുക്കും.